Today, our topic is eddy current testing probes. അപ്പം നമുക്ക് എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ നമ്മളൊരു കോയിൽ യൂസ് ചെയ്യും, അതിനെ നമ്മൾ പ്രോബ് എന്ന് വിളിക്കും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്. എഡ്ഡി കറണ്ട് പ്രോബ്സ് ആർ അവൈലബിൾ ഇൻ ലാർജ് വെറൈറ്റി ഓഫ് ഷേപ്പ് ആൻഡ് സൈസസ്. One of the major advantages of eddy current inspection is that probes can be custom designed for a wide variety of applications. അപ്പോൾ നമുക്ക് എന്താണോ ആപ്ലിക്കേഷൻ, എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ എന്താണോ ആ ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോബുകൾ ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമുക്ക് പ്രോബ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് പ്രോബിനെ ആദ്യം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് 4 പ്രോബ്സ് ഉണ്ട്. അബ്സല്യൂട്ട് പ്രോബ്, ഡിഫറൻഷ്യൽ പ്രോബ്, റിഫ്ലക്ഷൻ പ്രോബ്, ഹൈബ്രിഡ് പ്രോബ്സ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ഇത്രയും പ്രോബുകളുണ്ട്: സർഫസ് പ്രോബ്, റൊട്ടേറ്റിംഗ് സ്കാനർ പ്രോബ്സ്, എക്സെട്ര. ഇനി 1 by 1 ആയിട്ട് നമുക്ക് ഓരോ പ്രോബുകളും എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം അബ്സല്യൂട്ട് പ്രോബ്. അബ്സല്യൂട്ട് പ്രോബ്സ് ജനറലി ഹാവ് എ സിംഗിൾ ടെസ്റ്റ് കോയിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ദ എഡ്ഡി കറന്റ് ആൻഡ് സെൻസ് ചേഞ്ചസ് ഇൻ ദ എഡ്ഡി കറന്റ്. അപ്പോൾ നമ്മൾ എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിളൊക്കെ പറയാൻ നേരത്ത് നമ്മൾ കണ്ട രീതിയിൽ ഒരൊറ്റ കോയിലാണ്. ഈ ഒരു കോയിലായിരിക്കും ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ എഡ്ഡി കറണ്ടിന് കാരണമാകുന്നത്. ദെൻ എഡ്ഡി കറണ്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോയിലിൻ്റെ ഇംപെഡൻസിന് ചേഞ്ച് ഉണ്ടാകുന്നു, നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രിൻസിപ്പിളൊക്കെ കണ്ട പോലെ ഒരു സിംഗിൾ കോയിൽ, അപ്പോൾ അതാണ് അബ്സല്യൂട്ട് പ്രോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്സല്യൂട്ട് പ്രോബ് എന്ന് പറഞ്ഞാൽ ആ പ്രോബിനകത്ത് ഒരൊറ്റ സിംഗിൾ കോയിലേ ഉണ്ടാകും. ആ കോയിലായിരിക്കും എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് കാരണക്കാരൻ. അതോടൊപ്പം തന്നെ എഡ്ഡി കറണ്ടിന് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അത് സ്യൂട്ടബിളായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്സല്യൂട്ട് പ്രോബ് അല്ലെങ്കിൽ ഈ പ്രോബിലേക്കാണ് നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സ്പെസിമെൻ കൊണ്ട് വെക്കുന്നു. ദെൻ സ്പെസിമെനിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ആ എഡ്ഡി കറണ്ടിന് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇതേ സെയിം കോയിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. ബാക്കി നമ്മൾ പഠിച്ച അതേ കാര്യമാണ്. പിന്നെ ഈ ഒരു പ്രോബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രോബ് നമുക്ക് ഫ്ലോ ഡിറ്റക്ഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ് വേണ്ടി യൂസ് ചെയ്യാം, ലിഫ്റ്റ് ഓഫ് മെഷർമെൻറ്റ് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തിക്നെസ് മെഷർമെൻറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതിന് അടുത്തതാണ് ഡിഫറൻഷ്യൽ പ്രോബ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പറയാൻ നേരത്ത് നമ്മൾ കണ്ട പ്രോബാണ് ഡിഫറൻഷ്യൽ പ്രോബ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 കോയിലുണ്ട്. അതിലൊരു കോയിൽ ടെസ്റ്റ് കോയിലും ഒരു കോയിൽ റെഫറൻസ് കോയിലുമായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ഈ 2 കോയിലും നമ്മൾ ഡിഫറൻഷ്യലി കണക്ട് ചെയ്തിരിക്കുന്നു. മീൻസ് ഈ 2 കോയിലും ബാലൻസ്ഡ് ആണ് എങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. നമ്മൾ ഈ 2 കോയിലിനും അടിയിലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട സ്പെസിമെൻ കൊണ്ടുവെക്കുന്നു. ദെൻ ഈ 2 കോയിലിനും അടിയിലും ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള പോർഷൻ, അതായത് ഈ ഒരു സ്പെസിമെൻ്റെ ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള പോർഷനാണ് ഈ 2 കോയിലിന് അടിയിലും വരുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ 2 കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഈ 2 കോയിലും നമ്മളൊരു ബ്രിഡ്ജ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ദെൻ ആ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആവുന്നു. കാരണം ഈ 2 കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ദെൻ ഇതിലേതെങ്കിലും ഒരു കോയിൽ ക്രാക്കിന് അടിയിൽ വരികയാണെന്ന് കരുതുക. ക്രാക്ക് ഈ ഏതെങ്കിലും ഒരു കോയിലിന് അടിയിൽ വരിക എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ കോയിൽ, അതായത് ക്രാക്ക് ഏത് കോയിലിനടിയിലാണോ വരുന്നത് ആ ഒരു കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 2 കോയിലിൻ്റെയും ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ടിനൊരു വ്യത്യാസം ഉണ്ടാകും. 2 കോയിലും ബാലൻസ്ഡ് ആയിരിക്കുന്ന കേസിൽ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അൺബാലൻസ്ഡ് ആവുന്നൊരു കേസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള ഒരു പോർഷനിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് സംഭവിക്കുന്നു, ആ ഒരു കോയിലിൻ്റെ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് ആ കോയിലിൻ്റെ ഇംപെഡൻസിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഇൻ എഫക്റ്റ് ഈ 2 കോയിലിൻ്റെയും 2 കോയിലും കമ്പൈൻ ചെയ്ത് വരുന്ന ഔട്ട്പുട്ട്
അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വോൾട്ടേജ് ഉണ്ടാകുന്നു. കാരണം എന്താണ്, രണ്ട് കോയിലും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. സോ ഇതാണ് ഡിഫറൻഷ്യൽ പ്രോബ്. അപ്പോൾ ഡിഫറൻഷ്യൽ പ്രോബ് കൺസിസ്റ്റ് ഓഫ് 2 ആക്റ്റീവ് കോയിൽസ് ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ പെയർസ്, generally called a driven pair, and this arrangement can be used with coils connected differentially. When a flawless test specimen is tested using this probe, no differential signal is developed. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്പെസിമെൻ അതിനകത്ത് ഡിഫക്റ്റ് ഒന്നുമില്ല, ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പെസിമെൻ ആണ് എങ്കിൽ രണ്ട് കോയിലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് കോയിലിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നോ ഡിഫറൻഷ്യൽ സിഗ്നൽ ഉണ്ടാവില്ല. ദെൻ ഏതെങ്കിലും ഒരു കോയിൽ, വെൻ വൺ കോയിൽ ഈസ് ഓവർഫ്ലോഡ് പാർട്ട്, അതിൽ ഏതെങ്കിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ വരികയാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നു, ദർ ഈസ് എ ഡിഫറൻഷ്യൽ സിഗ്നൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. കാരണം ഒരു കോയിലിൻ്റെ ഔട്ട്പുട്ടും മറ്റേ കോയിലിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ ബാലൻസ്ഡ് ആവുന്നില്ല, അത് വ്യത്യാസമുണ്ട്. സോ അവിടെ ഒരു ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നു. ദെൻ അടുത്തതാണ് റിഫ്ലക്ഷൻ പ്രോബ്. റിഫ്ലക്ഷൻ പ്രോബ് കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് അബ്സല്യൂട്ട് ആൻഡ് ഡിഫറൻഷ്യൽ പ്രോബ്. അതായത് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു പ്രൈമറി കോയിലുണ്ട്. ഈ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ കോയിൽ എന്ന് പറയുന്നത് ഇതാണ് പ്രൈമറി കോയിൽ. ഈ പ്രൈമറി കോയിൽ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ അത് വൗണ്ട് ഓവർ ദ സെക്കൻഡറി വൈൻഡിങ്. ഈ കാണുന്നതാണ് സെക്കൻഡറി വൈൻഡിങ്. അതായത് S1 S2 കൂടെ ചേർന്ന് വരുന്നതാണ് സെക്കൻഡറി വൈൻഡിങ്. ഇപ്പോൾ ഈ S1 എന്ന് പറയുന്ന കോയിലും S2 എന്ന് പറയുന്ന കോയിലും ഡിഫറൻഷ്യലി കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഡിഫറൻഷ്യൽ പ്രോബ് എങ്ങനെയാണോ രണ്ട് കോയിലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ ഈ രണ്ട് S1 എന്ന കോയിലും S2 എന്ന കോയിലും കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രൈമറി കോയിൽ എന്താ ചെയ്യുന്നത്, ഒരു എക്സൈറ്റേഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ S1 എന്ന് പറയുന്ന കോയിലും S2 എന്ന് പറയുന്ന കോയിലിൻ്റെ ഉദ്ദേശം എന്താ, ഡിറ്റക്റ്റ് ചെയ്യുക, അതൊരു ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ കോയിൽ എന്താണോ സംഭവിച്ച് അതുപോലെ ആണ് ഈ S1 S2 ആക്ട് ചെയ്യുക. സോ ഇൻ റിഫ്ലക്ഷൻ പ്രോബ്സ് 2 കോയിൽസ് സിമിലർ ടു എ ഡിഫറൻഷ്യൽ പ്രോബ്. ഈ കാണുന്ന രീതിയിൽ S1 എന്ന കോയിലും S2 എന്ന കോയിലും നമ്മൾ ഡിഫറൻഷ്യൽ പ്രോബിൽ എങ്ങനെയാണോ കണ്ടത് ആ രീതിയിൽ ഡിഫറൻഷ്യലി കണക്ട് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ S1ൻ്റെയും S2ൻ്റെയും S1ഉം S2ഉം ഡിഫക്റ്റ് ഫ്രീ റീജിയനിലാണ് വരുന്നതെങ്കിൽ ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇതിലേതെങ്കിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ വരുന്നു, ഇപ്പോൾ ഈ കാണുന്ന കേസ് പോലെ ഏതെങ്കിലും ഒരു കോയിൽ ഡിഫക്റ്റ് ഉള്ള പോർഷനിൽ വരികയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഉണ്ടാകും. Then here one coil, that is the primary coil, is used to excite the eddy current. ഇതിൽ ഈ കാണുന്ന പ്രൈമറി കോയിൽ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, എക്സൈറ്റേഷൻ പർപ്പസിന് വേണ്ടിയാണ്. പ്രൈമറി കോയിൽ ഈസ് യൂസ് ടു എക്സൈറ്റ് ദ എഡ്ഡി കറണ്ട്. പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്തത്. ദെൻ അത് എന്തിന് കാരണമാകുന്നു, ഈ ടെസ്റ്റ് സ്പെസിമെനിൽ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. പക്ഷേ ദ അതർ മീൻസ് ഈ കാണുന്ന കോയിൽ, അതായത് S1 എന്നൊരു വൈൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ S2 എന്ന് പറയുന്നൊരു വൈൻഡിങ് ഉണ്ട്. അത് ഡിഫറൻഷ്യലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരൊറ്റ വേണമെങ്കിൽ ഒരു കോയിലിന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ രണ്ട് S1 എന്ന വൈൻഡിങ്ങും S2 എന്ന വൈൻഡിങ്ങും നമ്മൾ ഡിഫറൻഷ്യലി കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നാണ്. സോ ദ അതർ, അതായത് മീൻസ് S1ഉം S2 എന്ന കോയിലും ഈസ് യൂസ് ടു സെൻസ് ദ ചേഞ്ചസ് ഇൻ ദ ടെസ്റ്റ് മെറ്റീരിയൽ. അപ്പം ഈ പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞ കോയിലിൻ്റെ ഉദ്ദേശം മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക, ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഈ സ്പെസിമിനകത്ത് എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുക. S1 എന്ന കോയിലിൻ്റെയും S2 എന്ന കോയിലിൻ്റെ ഉദ്ദേശം നമ്മൾ ഡിഫറൻഷ്യൽ പ്രോബിൽ കണ്ട പോലെ എന്താണ്, ഔട്ട്പുട്ട്. അതായത് ഈ ഒരു സ്പെസിമിനിൽ ഡിഫക്റ്റ് ഇല്ലാത്ത പോർഷൻ ആണെങ്കിൽ S1 S2ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേസമയം ഏതെങ്കിലും ഒരു കോയിൽ S1ഓ S2ഓ ഡിഫക്റ്റ് ഉള്ള പോർഷനിലാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ഉണ്ടാകും. ഓർക്കേണ്ട കാര്യം, ഈ S1 എന്ന കോയിലും S2 എന്ന കോയിലും നമ്മൾ ഡിഫറൻഷ്യലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരൊറ്റ സിംഗിൾ കോയിൽ നിന്ന് ഒരു സിംഗിൾ വയർ, ആ വയറിനെ നമ്മൾ S1 എന്ന രീതിയിലും S2 എന്ന രീതിയിലും രണ്ട് കോയിലാക്കി മാറ്റി അത് ഡിഫറൻഷ്യലി കണക്ട് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. അതായത് ഈ പ്രൈമറി കോയിൽ എന്ന് പറയുന്ന ഒരൊറ്റ വയർ, അതിനെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ടേൺ ചെയ്ത്
അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ അതൊരു കോയിൽ ഫോമിലേക്ക് മാറ്റുന്നു, എന്നിട്ട് അതിൽ കൂടെ കറണ്ട് കടത്തിവിടുന്നു. അതുപോലെ തന്നെ ഈ S1ഉം S2 എന്ന് പറയുന്ന ഒരൊറ്റ വയറാണ്. അതിനെ നമ്മൾ 2 കോയിലാക്കി മാറ്റി അതൊരു ഡിഫറൻഷ്യലി കണക്ട് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റിലേക്ക് വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ 2 വയറേ ഉള്ളൂ. അതിലൊരു വയർ പ്രൈമറി വൈൻഡിങ് എന്ന രീതിയിലേക്ക് മാറ്റി, അടുത്തൊരു വയറിനെ നമ്മൾ ഡിഫറൻഷ്യലി S1 എന്ന വൈൻഡിങ്ങും S2 എന്ന വൈൻഡിങ്ങും വരുന്ന രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ S1ഉം S2 വൈൻഡിങ്സ് ആണ് ഡിറ്റക്ഷൻ, അതായത് ക്രാക്ക് ഉണ്ടോ ഇല്ലയോ, ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത് കാരണക്കാരൻ. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഡി കറന്റ് ജനറേറ്റ് ചെയ്യുന്നതിന് കാരണക്കാരനാവുന്നു. Then here the advantage of a reflection probe is that the driver and pickup coils can be separately optimized for their intended purpose. അതായത് ഇവിടെ ഡ്രൈവർ കോയിലുമുണ്ട്, അതുപോലെ പിക്കപ്പ് കോയിലുണ്ട്. ഡ്രൈവർ കോയിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൈമറി കോയിൽ, പിക്കപ്പ് കോയിൽ എന്ന് പറയുന്നതാണ് S1ഉം S2. അപ്പോൾ ഇവിടെ ഡ്രൈവർ കോയിലിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എഡി കറണ്ട് ജനറേറ്റ് ചെയ്യുക, പിക്കപ്പ് കോയിലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. The driver coil can be made so as to produce a strong and uniform flux field in the vicinity of the pickup coil, while the pickup coil can be made very small so that it will be sensitive to very small defects. Then അടുത്തതാണ് ഹൈബ്രിഡ് പ്രോബ്, അതായത് റിഫ്ലക്ഷൻ പ്രോബുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് ഹൈബ്രിഡ് പ്രോബ്സിൽ വരിക. Then an example of a hybrid probe is the split D differential probe. ഈ കാണുന്ന രീതിയിൽ ഇതാണൊരു ഡി ഷേപ്ഡ് പ്രോബ്. ഇവിടെ ഈ കാണുന്നതാണ് എക്സൈറ്റേഷൻ കോയിൽ അല്ലെങ്കിൽ പ്രൈമറി കോയിൽ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന, വേരി മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന എക്സൈറ്റേഷൻ കോയിലാണിത്. അതിനകത്ത് 2 ഡി ഷേപ്ഡ് സെൻസിങ് കോയിൽസ് ഉണ്ടാകും. അതായത് ഈ 2 കോയിലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ റിഫ്ലക്ഷൻ പ്രോബിൽ കണ്ട പോലെ S1 S2 വൈൻഡിങ്സ് അവരുടെ മെയിൻ ഉദ്ദേശം ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യലാണ്. സോ റിഫ്ലക്ഷൻ പ്രോബിൻ്റെ അതേ കാര്യം തന്നെ, വ്യത്യാസം എന്ന് പറയുന്നത് ഈ അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. ദിസ് പ്രോബ് ഹാസ് എ ഡ്രൈവർ കോയിൽ, ഇതാണ് ഡ്രൈവർ കോയിൽ, that surrounds 2 D-shaped sensing coils. ഈ കാണുന്നതാണ് D-shaped sensing coils. അപ്പോൾ ഈ കോയിലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുക ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രൈമറി കോയിലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക, എന്തിനു വേണ്ടി? എഡി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ റിഫ്ലക്ഷൻ മോഡ്, ബട്ട് അഡീഷണലി ഇറ്റ് സെൻസിങ് കോയിൽ ഓപ്പറേറ്റ് ഇൻ ദ ഡിഫറൻഷ്യൽ മോഡ്. ഈ കാണുന്ന 2 സെൻസിങ് കോയിൽ എന്താണ്? ഡിഫറൻഷ്യൽ മോഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫുൾ സിസ്റ്റം നമ്മൾ കണ്ട പോലെ റിഫ്ലക്ഷൻ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 കോയിൽ, സെൻസിങ് കോയിൽ 2ഉം നമ്മൾ റിഫ്ലക്ഷൻ മോഡിൽ പറഞ്ഞ പോലെ തന്നെ, റിഫ്ലക്ഷൻ പ്രോബിൽ പറഞ്ഞ പോലെ തന്നെ ഈ 2 സെൻസിങ് കോയിലും എന്ത് ചെയ്യുന്നു? ഒരു ഡിഫറൻഷ്യൽ പ്രോബ് എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു. Then this type of probe is very sensitive to surface cracks. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്ഷൻ പ്രോബും ഹൈബ്രിഡ് പ്രോബും പ്രത്യക്ഷത്തിൽ സെയിം ആണെന്ന് തോന്നും, ബട്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെയും ഇതൊരു പ്രൈമറി കോയിൽ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ കോയിൽ, ഈ 2 ഡി ഷേപ്ഡ് കോയിൽ എന്ന് പറയുന്നതാണ് സെൻസിങ് കോയിൽ. അപ്പോൾ ഈ 2 കോയിലും ഒരു ഡിഫറൻഷ്യൽ പ്രോബിലുള്ള അതേ ആക്ഷൻ ആയിരിക്കും ഈ 2 കോയിലും ചെയ്യുക. ഇനി അടുത്തതാണ് സർഫസ് പ്രോബ്. സർഫസ് പ്രോബ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻസ് ആർ യൂഷ്വലി ലിമിറ്റഡ് ടു സർഫസ് ഫ്ലോ. സർഫസിലുള്ള ഡിഫക്റ്റുകളെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബാണ് സർഫസ് പ്രോബ്. It is primarily used for flat surfaces and large areas. ഈ കാണുന്നതാണ് സർഫസ് പ്രോബ്. ഇപ്പോൾ നമുക്ക് സർഫസിലുള്ള ഡിഫക്റ്റുകൾ ചെക്ക് ചെയ്യുന്ന ഉദ്ദേശത്തോടെയാണ് ഈ സർഫസ് പ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പം നമ്മളിനി പഠിക്കാൻ പോകുന്ന പ്രോബുകളെല്ലാം ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്. ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോബുകൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. സർഫസ് പ്രോബ്സ് ആർ യൂഷ്വലി ഡിസൈൻ ടു ബി ഹാൻഡ് ഹെൽഡ് and are intended to be used in contact with test surface. Then the size of the coil and shape of the housing are determined by the intended use of the probe. അപ്പോൾ ഈ സർഫസിലുള്ള ഡിഫക്റ്റ് ചെക്ക് ചെയ്യുകയാണ് ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ ആ ഫ്ലാറ്റ് സർഫസിൻ്റെ സൈസ് എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് കോയിലിൻ്റെ സൈസ്
അതുപോലെ കോയിലിൻ്റെ ഹൗസിങ് ഒക്കെ നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. ഇവിടെ ആക്സിസ് ഓഫ് ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടെസ്റ്റ് സർഫസ്. ഇതാണ് കോയിലിൻ്റെ ആക്സിസ്, അതും ടെസ്റ്റ് സർഫസും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ദെൻ ദിസ് പ്രോബ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് ദാറ്റ് ആർ ഓറിയൻറ്റഡ് പെർപെൻഡിക്കുലർ ടു ദ ടെസ്റ്റ് സർഫസ്. അപ്പോൾ ടെസ്റ്റ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡിഫക്റ്റുകളുണ്ട് എങ്കിൽ ആ ഡിഫക്റ്റുകൾ ചെക്ക് ചെയ്യാൻ ഈ ഒരു സർഫസ് പ്രോബ് സ്യൂട്ടബിൾ ആണ്. Then discontinuities such as delaminations that are in a parallel plane to the set surface will likely go undetected. അതായത് ഇതാണ് നമ്മുടെ സ്പെസിമെൻ എങ്കിൽ ഇത്തരത്തിലുള്ള ഡിഫക്റ്റുകൾ ഈ ഒരു സർഫസ് പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. മറിച്ച് ഇത്തരത്തിലുള്ള വെർട്ടിക്കലായിട്ടുള്ള ഡിഫക്റ്റുകളായിരിക്കും നമുക്ക് ഈ ഒരു സർഫസ് പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക. ദെൻ അടുത്തതാണ് ബോൾ ടു ഹോൾ പ്രോബ്സ്. ബോൾ ടു ഹോൾ പ്രോബ്സ് ആർ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സർഫസ് പ്രോബ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി യൂസ്ഡ് വിത്ത് എ ബോൾ ടു ഹോൾ സ്കാനർ. They have a surface coil that is mounted inside a housing that matches the diameter of the hole. അതായത് നമുക്കിവിടെ ബോൾട്ട്, അപ്പോൾ ആ ബോൾട്ടിൽ അല്ലെങ്കിൽ ഹോളുകൾ നമുക്ക് ചെക്ക് ചെയ്യണം, ബോൾട്ട് ഹോള്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രോബാണ്. ഈ പ്രോബിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദ പ്രോബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ ഹോൾ ആൻഡ് ദ സ്കാനർ റൊട്ടേറ്റ്സ് ദ പ്രോബ് വിത്തിൻ ദ ഹോൾ. അതായത് നമുക്കൊരു ഹോളിലേക്ക് ഇറക്കി വെക്കാവുന്ന രീതിയിലുള്ള പ്രോബാണ്. അതിനുശേഷം നമുക്ക് ഈ പ്രോബിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ആ ഫുൾ സർക്കംഫറൻസ് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അതാണ് ബോൾ ടു ഹോൾ പ്രോബ്സ്. ദെൻ അടുത്തത് റൊട്ടേറ്റിംഗ് സ്കാനർ പ്രോബ്സ്. ഇപ്പോൾ ഇവിടെ ദേ ആർ യൂസ്ഡ് വിത്ത് മെക്കാനിക്കൽ ഡിവൈസ് ഫോർ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റിംഗ് ദ പ്രോബ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കോയിൽ ഹെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യാം, ഈ ഒരു പ്രോബിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബുകളാണ് റൊട്ടേറ്റിംഗ് സ്കാനർ പ്രോബ്സ്. അടുത്തതാണ് ബോബിൻ പ്രോബ്സ്. അതായത് നമുക്ക് പൈപ്പുകൾ അല്ലെങ്കിൽ ട്യൂബുകൾ അതിൻ്റെ ഇൻസൈഡ് സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം കൊറോഷൻ മൂലം ആ പൈപ്പിനകത്തെ മെറ്റീരിയൽ കുറച്ച് റിമൂവ് ആയെങ്കിലോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും രീതിയിൽ പൈപ്പിനകത്ത് പോറോസിറ്റീസ് വല്ലതും ഉണ്ടെങ്കിലോ അതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പൈപ്പിലേക്ക് ഇറക്കാവുന്ന അല്ലെങ്കിൽ പൈപ്പിലൂടെ കൊണ്ടുപോകാവുന്ന ടൈപ്പ് ഒരു പ്രോബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് ബോബിൻ പ്രോബ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരിക. Internal bobbin probes are meant for hollow circular sections, especially used in inspection of heat exchanger tube. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്യൂബ്. അപ്പോൾ ആ ട്യൂബിലേക്ക് നമുക്ക് ഇത്തരത്തിൽ പ്രോബ് വെച്ചുകൊണ്ട് ആ ട്യൂബിനകമ്പശം എങ്ങനെയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. പ്രോബ് ഈസ് ഇൻസൈഡഡ് ഇൻ ടു ഹോളോ പാർട്സ് സച്ച് എസ് പൈപ്സ് ആൻഡ് സിമിലർ ഹോളോ പ്രോഡക്ട്സ് ടു ഇൻസ്പെക്ട് ദ ഇന്നർ സർഫസ് ആൻഡ് ദ ഇന്നർ ഡയമീറ്റർ. ഇപ്പോൾ ഇന്നർ സർഫസ് എങ്ങനെയുണ്ട്, ആ സർഫസിൽ ഡിഫക്റ്റുകളുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊറോഷൻ മൂലം ആ സർഫസിൽ മെറ്റീരിയൽ റിമൂവ് ആയിട്ട് അതിൻ്റെ ഡയമീറ്റർ കൂടിയോ അല്ലെങ്കിൽ ഡയമീറ്റർ കുറഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബോബിൻ പ്രോബ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബോബിൻ പ്രോബ്സ് നമുക്ക് പൈപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ട് ചെയ്തിട്ട് ആ ബോബിൻ പ്രോബ്സ് മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ദ പ്രോബ്സ് ഹാവ് എ ഹൗസിംഗ് ദാറ്റ് കീപ് ദ പ്രോബ് സെൻറ്റേഡ് ഇൻ ദ പ്രോഡക്റ്റ് and the coil's orientation somewhat constant related to the test surface. The coils are most commonly wound around the circumference of the probe so that the probe inspect an area around the entire circumference. അപ്പോൾ ഇത്തരത്തിൽ ബോബിൻ പ്രോബിൻ്റെ ഒരു ഈ കാണുന്ന പ്രോബിൻ്റെ ഒരു ഇവിടെയായിട്ടായിരിക്കും നമ്മൾ കോയിൽ വെക്കുക. ദെൻ ഈ കോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ എൻ്റയർ സർക്കംഫറൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെയായിരിക്കും നമ്മൾ കോയിൽ വെക്കുക. അപ്പോൾ കോയിൽ ഈ ബോബിൻ പ്രോബ്സിൻ്റെ സർക്കംഫറൻസിലാണ്. അതാണ് ഈ പറയുന്നത് ദ കോയിൽസ് ആർ മോസ്റ്റ് കോമൺലി വൗണ്ട് എറൗണ്ട് ദ സർക്കംഫറൻസ്. കാരണം നമുക്ക് ട്യൂബിൻ്റെ സർക്കംഫറൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയിൽസ് ആ രീതിയിൽ ഈ കാണുന്ന ബോബിൻ പ്രോബിൻ്റെ സർക്കംഫറൻസിലായിട്ട് കോയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു. അടുത്താണ് സ്പോട്ട് പ്രോബ്സ്. സ്പോട്ട് പ്രോബ്സ് ആർ യൂസ്ഡ് ഫോർ ബോത്ത് സർഫസ് ആൻഡ് സബ് സർഫസ് ഫ്ലോസ്. Then the diameter of the probe is usually large for accommodating lower frequencies or
സ്കാനിങ് ലാർജ് ഏരിയാസ്. അപ്പോൾ സ്പോട്ട് പ്രോബ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ ചെക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് സ്പോട്ട് പ്രോബ്സ് വെക്കുക. അവിടുത്തെ സർഫസ് അല്ലെങ്കിൽ സബ് സർഫസ് ഡിഫക്റ്റുകൾ ചെക്ക് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ നമുക്കൊരു ലാർജ് ഏരിയ വേണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബിൻ്റെ സൈസ് കൂട്ടുന്നു. ഇനി അടുത്ത് വെൽ പ്രോബ്സ്, അതായത് വെൽഡുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോബ്സ് ആണ് വെൽ പ്രോബ്സ്. അടുത്ത് ഡോനട്ട് പ്രോബ്സ്. ഡോനട്ട് പ്രോബ്സ് എന്ന് പറയും ഈ ഒരു ഷേപ്പിൽ വരുന്ന, അതായത് ഡോനട്ട് ഷേപ്പിൽ വരുന്ന ഒരു പ്രോബാണ് ഡോനട്ട് പ്രോബ്സ്. Donut probes are designed to fit above the rivet or bolt hole and inspect for any defect. അടുത്തതാണ് encircling probes. Encircling probes എന്ന് പറഞ്ഞാൽ in this type of probes the coil encircles the test specimen from outside and are used for testing of rods, wires, pipes, tubes, etc. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതൊരു റോഡാണ്. അപ്പോൾ ഈ റോഡിന് ചുറ്റുമായിട്ടായിരിക്കും നമ്മുടെ കോയിൽ ഉണ്ടാകുക. അതായത് കോയിൽ ഈ ഒരു റോഡിനെ എൻസർക്കിൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റോഡിൻ്റെ ഫുൾ സർക്കംഫറൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് എൻസർക്ലിംഗ് പ്രോബ്സ്. അപ്പോൾ നമുക്ക് റോഡ് അല്ലെങ്കിൽ ട്യൂബുകൾ അതിൻ്റെ ഔട്ടർ സെക്ഷൻ, മീൻസ് അതിൻ്റെ ഔട്ടർ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ സർഫസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ എൻസർക്ലിംഗ് പ്രോബ്സ് യൂസ് ചെയ്യാം. ഇൻസ്പെക്ഷൻ ഓഫ് എൻറ്റയർ സർക്കംഫറൻസ് വിൽ ബി ഡൺ വിത്ത് ഈക്വൽ സെൻസിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കോയിൽ ഇങ്ങനെ ആ ഒരു റോഡിന് സർക്കംഫറൻസ് ആയിട്ട് വെക്കുന്നു. ദെൻ ആ ഒരു ഫുൾ സർക്കംഫറൻസ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കോയിലിനെ മൂവ് ചെയ്തുകൊണ്ട് ആ എൻറ്റയർ ലെന്ത്, റോഡിൻ്റെ അല്ലെങ്കിൽ ട്യൂബിൻ്റെ എൻറ്റയർ ലെന്ത് നമുക്ക് ചെക്ക് ചെയ്യാം. They are similar to bobbin probes except that the coils encircle the material to inspect from the outside. Okay, ഇതാണ് നമ്മുടെ പ്രോബ്. These probe can encircle the part and induce the current along the outer periphery or the outer diameter of the part so that it will be able to inspect the circumference. അതായത് നമുക്ക് റോഡ് ഉണ്ടെങ്കിൽ റോഡിൻ്റെ ആ ഔട്ടർ പോർഷനിൽ എഡി കറണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് ആ ഔട്ടർ പോർഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്താണ് പെൻസിൽ പ്രോബ്. പേര് പോലെ തന്നെ പെൻസിൽ ഷേപ്പിലിരിക്കുന്ന പ്രോബാണ്. പെൻസിൽ പ്രോബ്സ് ആർ ഹൈലി പോർട്ടബിൾ. ദെൻ ഇറ്റ്സ് മെയിൻ പർപ്പസ് ടു കണ്ടക്ട് ഇൻസ്പെക്ഷൻ ഓഫ് ടെസ്റ്റ് സ്പെസിമെൻ ടു ഐഡൻറ്റിഫൈ ദ ഡിഫക്റ്റ്. ഈ കാണുന്നതാണ് പെൻസിൽ പ്രോബ്സ്. അപ്പോൾ ആ പെൻസിൽ പ്രോബിന് എൻഡിലായിട്ടൊരു കോയിലുണ്ടാകും. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഏരിയ അല്ലെങ്കിൽ നമുക്ക് അക്സസിബിൾ, സാധാരണ പ്രോബ് വെച്ച് അക്സസിബിൾ അല്ലാത്ത ഏരിയകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ പെൻസിൽ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് കമ്പോണൻസ് വിത്ത് ലിമിറ്റഡ് അക്സസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് പെൻസിൽ പ്രോബ്. ഈ കാണുന്നതാണ് പെൻസിൽ പ്രോബ്. ഈ പെൻസിൽ പ്രോബ് നമുക്ക് വേണമെങ്കിൽ ദ പ്രോബ് ഈസ് ഇൻസൈഡ് എ ഹോൾ ടു ഇൻസ്പെക്ട് ദ ഇന്നർ ഡയമീറ്റർ ആൻഡ് ദ സർക്കംഫറൻസ്. ഇപ്പോൾ പെൻസിൽ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോളുകൾ ചെക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. ദെൻ നമ്മളിനി ഡിഫറെൻറ്റ് പ്രോബുകൾ അതെങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നു. കണ്ടക്ടിവിറ്റി പ്രോബ് എന്ന് പറയുന്നതാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഇമേജ്. ദെൻ റൈറ്റ് ആംഗിൾ സർഫസ് പ്രോബാണ്. ഇത് സർഫസ് പ്രോബാണ്. അപ്പോൾ അത് ഈ റൈറ്റ് ആംഗിൾ ഷേപ്പിലാണ് അതിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് സ്ട്രെയിറ്റ് സർഫസ് പെൻസിൽ പ്രോബ് ഇങ്ങനെ ഇരിക്കും. ദെൻ ഡൈനാമിക് റൊട്ടേറ്റിംഗ് റിജിഡ് പ്രോബാണ്. അതിനുശേഷം ഡൈനാമിക് റൊട്ടേറ്റിംഗ് ബോൾട്ട് ഹോൾ പ്രോബ്, ഡൈനാമിക് റൊട്ടേറ്റിംഗ് ബോൾട്ട് ഹോൾ പ്രോബ് വിത്ത് സ്പ്ലിറ്റ് ടിപ്പ്, അതാണ് ഈ കാണുന്നത്. ദെൻ ആംഗിൾ ഷാഫ്റ്റ് സർഫസ് പ്രോബ്, അതുപോലെ റൈറ്റ് ആംഗിൾ സർഫസ് പ്രോബ്. ദെൻ സ്ട്രെയിറ്റ് വെൽഡ് പ്രോബ്, റൈറ്റ് ആംഗിൾ വെൽഡ് പ്രോബ്. ദെൻ സ്ട്രെയിറ്റ് ഷാഫ്റ്റ് സർഫസ് പ്രോബ്, ഡൈനാമിക് റൊട്ടേറ്റിംഗ് കൗണ്ടർ സ്വിംഗ് പ്രോബ്. ദെൻ അതുപോലെ എൻസർക്ലിംഗ് പ്രോബ്, അതുപോലെ സ്ട്രെയിറ്റ് ഷാഫ്റ്റ് പ്രോബ്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രോബ് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ സർഫസ് MDF ടൈപ്പ് പ്രോബ്സ്, ദെൻ എൽ ഷേപ്ഡ് പ്രോബ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്സ്. ആ പ്രോബിനെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ബേസിൽ നമുക്ക് പല രീതിയിൽ അത് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേമുകളായ ഫിൽ ഫാക്ടർ, എഡ്ജ് എഫക്റ്റ്, എൻഡ് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.